ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് പോയി വരാം അല്ലേ? അതെ, ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് പലയിടത്തും കാഴ്ച പരിധി 0 മീറ്ററായി കുറഞ്ഞു. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകുകയാണ്. 79 വിമാനങ്ങൾ റദ്ദാക്കി, 110 വിമാനങ്ങൾ വൈകുന്നുമുണ്ട്. എപ്പോൾ പുറപ്പെടുമോ എന്തോ. ദില്ലിയിലേക്ക് എത്തേണ്ട 18 ട്രെയിനുകളും വൈകിയിരിക്കുന്നു. ഹരിയാനയിൽ സ്കൂളുകളുടെ അവധി നീട്ടിയിരിക്കുകയാണ്. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ മാരിക്കാരൻ, 3 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് താപനില താഴ്ന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഇനി വരും ദിവസങ്ങളിലും താപനില താഴാനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത്? പഞ്ചാബിൽ 2.5 വരെ എത്തിയെന്നാണ്. അരുൺ, ഉത്തരേന്ത്യയിൽ അതിശൈത്യം കനക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ഡിഗ്രി ആണെങ്കിൽ പഞ്ചാബിലൊക്കെ 2ലേക്കും 3-ൽ താഴത്തേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ജനജീവിതം ഏറെ ദുസ്സഹമായിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെയാണ് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാകുന്നത്. അത് കാഴ്ചാപരിധി കുറയുന്നത് മൂലം ഈ വാഹനങ്ങൾ, അതായത് കാഴ്ചാപരിധി കുറയുന്നത് മൂലം വാഹന ഗതാഗതങ്ങളെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റോഡ്, റെയിൽ, വ്യോമ ഗതാഗതങ്ങളെയൊക്കെ ബാധിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതാണ് സ്ഥിതി. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിലും വലിയ മാറ്റങ്ങൾ ഇല്ല. പ്രത്യേകിച്ച് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾ, അതായത് 110 വിമാനങ്ങളാണ് ഇന്നിപ്പോൾ വൈകിയതായുള്ള റിപ്പോർട്ടുകൾ ഉള്ളത്. പല വിമാനങ്ങളും 5 മണിക്കൂറിലൊക്കെ അധികം സമയം വൈകി എന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം 79 വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പല വിമാനങ്ങളും വഴിതിരിച്ചുവിടാനുള്ള സാധ്യത ഉണ്ട്. ദില്ലിയിലേക്ക് എത്തേണ്ട വിമാനങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ട്രെയിൻ സർവീസുകളും വൈകുകയാണ്. 18 ട്രെയിനുകൾ, ദില്ലിയിലേക്ക് എത്തേണ്ട 18 ട്രെയിനുകൾ ഇതിനോടകം തന്നെ വൈകിയാണ് എത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ ഒരു സ്തംഭനാവസ്ഥയാണ് ഡൽഹിയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ.